നന്ദികാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. എന്താണെന്നറിയുമോ ഉണ്ടാക്കുന്നത്? നെഞ്ചെല്ലും കപ്പയും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സാധനമല്ലേ? പ്രത്യേകിച്ച് കോട്ടയംകാർ, ഇടുക്കി അങ്ങനെയൊക്കെ ഉള്ളൊരു മലയോര പ്രദേശത്തോട്ടൊക്കെ കൂടുതലായിട്ട് എല്ലാവരും ഉണ്ടാക്കുന്നൊരു വിഭവമാണ് കപ്പയും നെഞ്ചെല്ലും. അപ്പം അങ്ങനെ വേർതിരിച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ സ്ഥലത്തും ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കേണ്ട സമയത്ത് ഉണ്ടാക്കാവുന്നൊരു വിഭവമാണ് കപ്പയും നെഞ്ചെല്ലും. അങ്ങനെ കപ്പ കൊത്തിയരിഞ്ഞ് നമ്മൾ സെറ്റാക്കി തന്നിട്ടുണ്ട്. അത് അടുപ്പത്ത് വെച്ച് മഞ്ഞളും ഉപ്പൊക്കെ ഇട്ട് അടച്ച് മൂടി വെച്ചു. ഇനി അവനൊന്ന് തിളച്ച് വരണം. അപ്പോഴേക്കും നമ്മുടെ കഥാനായകൻ നെഞ്ചെല്ലിനെ കഴുകിയെടുക്കണം. അവൻ വന്നു. ആ സമയത്ത് നമ്മൾ കപ്പേനെ ഒന്ന് നോക്കിയപ്പോൾ അവൻ തിളച്ച് സെറ്റായിട്ട് വരുന്നുണ്ട്. പക്ഷേ കപ്പയ്ക്ക് ഇച്ചിരി വേവൊക്കെ വേണ്ടേ? ആയി വരുന്നതേ ഉള്ളൂ. അവനെ ഒന്ന് തൊട്ട് നോക്കിയപ്പോഴേക്കും അവൻ വെന്തിട്ടില്ല. ഇച്ചിരിയുടെയൊക്കെ വേഗമൊക്കെ ആവണം. അതൊക്കെ വെച്ച് കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മൾ കപ്പയുടെ ഇടാനുള്ള നെഞ്ചെല്ല് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മല്ലിപ്പൊടി മസാലകളൊക്കെ ചേർക്കണം എന്നറിയാമല്ലോ. ഇനി അതാണ് അടുത്ത നടപടി. അതിലേക്ക് മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി അടുത്തത് നമുക്ക് എന്താ ഇടേണ്ടത്? മല്ലിപ്പൊടി ഇടണം. പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടിയും കൂടെ ചേർത്തു. മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബാക്കി മസാലപ്പൊടികളൊക്കെ തന്നെ ചേർക്കണം. നമ്മൾ സാധാരണയായിട്ട് ചേർക്കാറുള്ള മസാലക്കൂട്ടുകളൊക്കെ തന്നെ മീറ്റ് മസാല, പെരിഞ്ചീരകം പൊടിച്ചത്, അതുപോലെ തന്നെ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ ചേർക്കണം. പിന്നെ ഇതിലൊക്കെ ആവശ്യമായ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ തക്കാളിയും സവോളയാണ്. തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ സവോള അരിഞ്ഞതും ചേർക്കണം. അതിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് അതും ചേർത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് തിരുമണം. ഇതെല്ലാം കൂടെ തിരുമ്മി യോജിപ്പിച്ച് വെച്ചെങ്കിൽ മാത്രമേ ഇതിലെല്ലാം പിടിക്കണ്ടേ നന്നായിട്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കണം. തവിയിട്ട് ഇളക്കാൻ നോക്കിയപ്പോൾ അതങ്ങ് ശരിയാവുന്നില്ല. അപ്പോൾ എപ്പോഴും കൈയിട്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. അതിലെല്ലാ ഭാഗത്തും മസാലയൊക്കെ ചെല്ലാനായിട്ട് നമ്മൾ കൈ കൊണ്ടൊന്നും തിരുമ്മ. കുറച്ച് പുകയായിരിക്കും. ചിലർക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഇതൊക്കെ ആ ഒരു എരിവ് നമ്മുടെ കയ്യിലൊക്കെ പിടിക്കും. അങ്ങനെയുള്ളവർ ഇളക്കാൻ നിൽക്കണ്ട കേട്ടോ. തവി വെച്ച് ഇളക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കുക്കറിൻ്റെ അടപ്പടച്ച് അടുപ്പത്ത് വെക്കണം. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാൻ മറക്കരുത് കേട്ടോ. ബീഫ് പോലെ ഒരുപാട് വെള്ളം പൊങ്ങി വരില്ല. എല്ലാം ഉള്ളതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ നമ്മൾ ചേർത്തിട്ട് വേണം കുക്കറിൽ വെക്കാൻ. അപ്പോഴേക്കും നമ്മുടെ കഥാപാത്രമായ നെഞ്ചെല്ല് വെന്ത് റെഡിയായിട്ട് വന്നു കേട്ടോ. കുക്കറിലായതുകൊണ്ടാട്ടോ ഇത്ര പെട്ടെന്നായത്. അടുപ്പത്ത് വെക്കേണ്ടവർക്ക് അടുപ്പത്ത് വെക്കാം. കാരണം എന്ന് പറഞ്ഞാൽ അടുപ്പത്ത് വെക്കാൻ നിന്നാൽ നമുക്ക് ഈ സമയത്തെങ്കിലും കഴിക്കാൻ പറ്റില്ല. ഇത് കൊണ്ടുവന്നപ്പോൾ തന്നെ കുറേ നേരമായി. അപ്പോൾ പിന്നെ കുക്കർ വെക്കാതെ വേറെ വഴിയില്ല. കുക്കറ് വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അടുപ്പത്ത് വെച്ചാൽ കുറച്ചുകൂടെ സ്വാദുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ 2 രീതിയിലും വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് പോയാൽ ഇപ്പോഴെങ്കിലും കഴിക്കാൻ പറ്റിയല്ല. അതുകൊണ്ട് കുക്കറിൽ വെച്ചു. കുക്കറിൽ വെച്ചപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും കപ്പ വെന്ത് വന്നിട്ടുണ്ട്. കപ്പ വെന്ത് വന്നിട്ട് അതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞ് അവനെ ഒന്ന് ഇടിച്ച് നല്ല കപ്പ ഇടിച്ച് നല്ല കുഴമ്പ പരുവാക്കണം. എന്നിട്ട് അതിലോട്ട് വേണം നമ്മുടെ ഈ നെഞ്ചിൽ വെന്തിരിക്കുന്നവനെ അങ്ങ് തട്ട്. അതേ നോക്കിക്ക്. അതെല്ലാം കൂടെ ചേർന്നപ്പോൾ ഉള്ള ഒരു കളറൊക്കെ കണ്ടോ? മണം അടിക്കുമ്പോൾ തന്നെ അറിയാം നല്ല സൂപ്പർ ടേസ്റ്റാണ്. കാരണം ഇത് ഉണ്ടാക്കി വിജയിച്ചതാണെന്ന് എനിക്ക് അറിയാം. കാരണം അതുകൊണ്ടാണല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് മേടിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കി സെറ്റാക്കി ഇനി നമുക്കത് ഇളക്കി യോജിപ്പിക്കണം. അതെല്ലാം കൂടെ ചേർക്കണമേ. മസാലയെല്ലാം പിടിക്കണ്ടേ? മസാലയെല്ലാം പിടിച്ചിട്ട് ഇനി നമ്മൾ അതൊന്നും കൂടെ നമ്മളൊന്ന് അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കി എടുക്കണം. സംഭവം എല്ലാം റെഡിയായി പ്ലേറ്റിലോട്ട് തട്ടി. ഇനി ഇവനെ നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ? കുറച്ച് സവോളയൊക്കെ ഒന്ന് കൊത്തി ഞുറുക്കി അതിൻ്റെ മേളിലോട്ടൊക്കെ ഒന്ന് ഇട്ട് അലങ്കരിച്ചൊക്കെ വേണം കൊടുക്കാൻ. കാണുമ്പോൾ ഒരു താല്പര്യമൊക്കെ തോന്നണ്ടേ? അപ്പോൾ ഇന്നത്തെ വിഭവം ഇഷ്ടമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക്